ഹലോ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു യാത്ര പോവുകയാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക്. ഗുരുവായൂർ അമ്പലം നടയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഈ വീഡിയോ വരാൻ കുറച്ച് ലേറ്റായതാണ്. എഡിറ്റിങ് പൂർത്തിയായിട്ടില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് തിരിക്കുന്നത് ഏതാണ്ട് ഒരു 9:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഒരു കുറച്ച് വണ്ടി ഓടി തുടങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൂടാതെ കണ്ട് എൻ്റെ ആങ്ങളെയും മോനും ഉണ്ടായിരുന്നു. പിന്നെ കളംകൂടത്ത് അനിയനും ഉണ്ടായിരുന്നു. അനിയത്തിയുടെ ഹസ്ബൻഡും കൂടെ ഞങ്ങളുടെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് നമ്മൾ ഗുരുവായൂർ പോകുന്നത്. അപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ടും ഒരു കല്യാണം എന്ന് വെച്ചാൽ താലികെട്ടല്ല, തുളസിമാല അണിയുക എന്നുള്ളത്, പരസ്പരം മാല ഇടുക എന്നൊരു ചടങ്ങും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11 മണിയായപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് കട്ടൻ ചായ ഒക്കെ കുടിക്കാം, പിന്നെ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ രാത്രി ഏതാണ്ട് ഒരു 12 മണിയായപ്പം ഗുരുവായൂർ വന്നു. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 6 മണിക്കൂറാണ് ആ സമയത്തേക്ക് എടുത്തിരുന്നതാണ്. 12 മണിയായപ്പോൾ ചെന്ന് അങ്ങനെ 2-3 മണിക്കൂറൊന്ന് മയങ്ങുകയും ചെയ്യാം. പിന്നെ രാവിലെ ഒന്ന് ഫ്രഷ് ആകണം, അതിന് വേണ്ടിയിട്ടാണ് വീടെടുത്തത്. നല്ല അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ രാവിലെ എടുത്തതാണേ. ഞങ്ങൾ സ്ത്രീകളെല്ലാവരും നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. പുരുഷന്മാരാണ് റെഡിയാകാൻ ലേറ്റായത്. സാധാരണ എല്ലായിടത്തും പുരുഷന്മാർ നേരത്തെ റെഡിയാകും, സ്ത്രീകൾക്കാണ് കൂടുതൽ താമസം എന്ന് എല്ലാവരും പറയും. പക്ഷേ ഞങ്ങൾ വെളുപ്പിനെ ഒരു 4 മണിയായപ്പോൾ തന്നെ എണീറ്റ് കുളിച്ച് എല്ലാം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സാരി ഉടുത്തൊക്കെ റെഡിയായി കഴിഞ്ഞാണ് അവരെല്ലാവരും എണീറ്റ് വന്നത്. അവർ കുറച്ച് സമയം കൂടെ കിടന്നൊക്കെ ഉറങ്ങി. അങ്ങനെ അപ്പോൾ അവർ എഴുന്നേറ്റ് റെഡിയാകുന്ന സമയം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത്. ഈ വീടും ചുറ്റുപാടും ഒക്കെ ഒന്ന് മൊബൈലിലേക്ക് പകർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീടിരുന്ന് നമുക്ക് കാണുകയും ചെയ്യാം. മാത്രമല്ല കൂട്ടുകാരെ ഇവിടുത്തെ കാഴ്ചകളും എല്ലാം എനിക്ക് കാണിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പകർത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റിങ്ങിലാണ്. എവിടെ പോയാലും ലാസ്റ്റ് ഒരുങ്ങി ഇറങ്ങുന്നത് അവനായിരിക്കും. അവന് കുറച്ച് ലേറ്റാണ് കാര്യങ്ങളൊക്കെ. നമ്മൾ റെഡിയായി കുറേ സമയം നിന്ന് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ റെഡിയായി വന്നത്. അപ്പോൾ നമ്മൾ താമസിച്ച വീടിൻ്റെ പുറത്ത് നിന്നുള്ളൊരു കാഴ്ച ഇതും കൂടെ ഞാൻ പകർത്തിയെടുത്തതാണ്. അപ്പോൾ എൻ്റെ കൂടെ അവിടെ നിൽക്കുന്നത് അനുവിൻ്റെ അമ്മയാണേ. ഇത് മോളാണ്. അപ്പോൾ ഞങ്ങളെ കൂടാതെ അനുവിൻ്റെ അമ്മയും കൂടെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അനിയനും ബ്രദറും മോനുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും റെഡിയായി പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ബ്രദർ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും കേട്ടോ. എവിടെ പോയാലും അവനാണ് എപ്പോഴും ലേറ്റ് ആകുന്നത്. അപ്പോൾ അതേ ഇങ്ങോട്ട് ഇറങ്ങി വന്ന അതാണ് എൻ്റെ ആങ്ങള. അവന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇറങ്ങാൻ സമയമായി. അപ്പോൾ നമ്മൾ താമസിച്ച വീടിൻ്റെ പുറത്ത് നിന്നുള്ളൊരു ദൃശ്യം കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇത് ഇവിടെ പുറത്ത് നിൽക്കുന്നതാണ് എൻ്റെ ചേട്ടായി. ചേട്ടായിനെ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. പിന്നെ ആ കാറിൻ്റെ അടുത്ത് നിൽക്കുന്നത് അനിയനാണ്, അനിയത്തിയുടെ ഹസ്ബൻഡ്. എല്ലാവരും വീഡിയോയിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദേ കാറ് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിൽ ചെന്നു, കാറ് പാർക്ക് ചെയ്തു. അതിൻ്റെ വാതിക്കൽ തന്നെ പൂക്കച്ചവടക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുല്ലപ്പൂവൊന്നും നേരത്തെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ അടുത്ത് തന്നെ പൂവുണ്ടായിരുന്നു. നമുക്ക് സ്ലൈഡും ഒക്കെ അവിടെ നിന്ന് തന്നു കേട്ടോ. ചേട്ടൻ പൂ കുത്താനുള്ള സ്ലൈഡും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ കുട്ടികളും ഒക്കെ ചെറിയ മോനുണ്ടല്ലോ. അപ്പോൾ അവന് എല്ലാവർക്കും വിശക്കുമെന്നറിയാം, ചടങ്ങെല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ വിശക്കും. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മളൊരു കടയിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നെയ് റോസ്റ്റും, ഇഡലി വേണ്ടവർക്ക് ഇഡലി, നെയ് റോസ്റ്റ്, പൂരി, അങ്ങനെ ഇഷ്ടമുള്ളതാണ് വാങ്ങിച്ച് എല്ലാവരും ഓരോരുത്തരും കഴിച്ചത്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക്.
അമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ബാഗും മൊബൈലൊക്കെ നമ്മൾ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത്. പിന്നെ ദർശനത്തിന് നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ലായിരുന്നു. അനുവിനെ പഠിപ്പിക്കുന്ന ഒരു സാറ് അവിടുത്തെ ഒരു സ്റ്റാഫാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് കയറാനുള്ള അനുമതിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ക്ലോക്ക് റൂമിൽ പോയിട്ട് ബാഗും മൊബൈലൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ ഞാനും മോനും കൂടെ അതേ പോയി അതൊക്കെ എടുത്തിട്ട് വരുന്ന വഴിയാണ്. മൊബൈലും ബാഗും ഒക്കെ എടുത്തിട്ട് വന്നിട്ട് അമ്പലത്തിന് പുറത്ത് മണ്ഡപത്തിനടുത്താണ് ഈ ചടങ്ങുള്ളത്. ശ്രീകോവിലിൻ്റെ വാതിൽക്ക് വെച്ചിട്ടാണ് മാലയിടൽ ചടങ്ങുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അമ്പലത്തിൽ വരുന്നവർക്കൊക്കെ നല്ല ദാഹിച്ചൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് സജ്ജീകരണമൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നമ്മളിനി നമ്മൾ വന്ന ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ദേ ചടങ്ങിന് ഏകദേശം സമയമായി. അപ്പോൾ നമ്മൾ താലികെട്ട് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് മണ്ഡപത്തിലേക്ക് കയറേണ്ട ആവശ്യമില്ല. ശ്രീകോവിലിൻ്റെ വാതിൽക്ക് വെച്ചിട്ടാണ് മാലയിടൽ ചടങ്ങ് നടത്തിയത്. ഇപ്പം ഞങ്ങൾ തുളസിമാല വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റിങ്ങിലായിരുന്നു. ആദ്യം മാലയിടൽ ചടങ്ങിനായിട്ട് വേറെ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തി രണ്ടുപേരും മാല ചാർത്തി. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് വരികയാണ്. പിന്നെ എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുത്തു, വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വഴിയോര കച്ചവടക്കാരൊക്കെ ഒത്തിരിയുണ്ട്. നമുക്ക് വേണ്ടുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരികെ വീട്ടിലേക്ക്. അമ്പലത്തിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് ഏകദേശം ഒരു 10-10:30 ആയപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച്. വണ്ടി ഓടി തുടങ്ങിയ സമയത്ത് അനുവിന് വോമിറ്റ് ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലാണ് ഇരുത്തിയത്. അതിനുശേഷം പിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടപ്പം എൻ്റെ അടുത്തേക്ക് പുറകിലേക്ക് പോകുന്നു. പിന്നെ മോനാണ് ഇടയ്ക്ക് ഡ്രൈവ് ചെയ്തത്. പിന്നെ ആങ്ങളെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കൂടുതൽ ദൂരമൊന്നും അങ്ങനെ ഡ്രൈവ് ചെയ്ത് അവന് പ്രാക്ടീസ് ഇല്ല. എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല. പറഞ്ഞു കൊടുത്തപ്പം ഇവിടം വരെ വണ്ടി ഓടിക്കാനൊക്കെ പറ്റി. അങ്ങനെ കുറച്ച് പ്രാക്ടീസൊക്കെ ആയി ഇവിടം വരെ വണ്ടി ഓടിച്ചപ്പം. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഇന്നത്തെ ഗുരുവായൂർ അമ്പലത്തിൽ പോയതിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും
ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു സപ്പോർട്ട് തരണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.